ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റാഗി ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മില്ലറ്റാണ് റാഗി. അതുപോലെ കാൽസ്യവും അയണും ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഞങ്ങളിത് സാധാരണ മുട്ടക്കറിയുടെയോ കടലക്കറിയുടെയോ തേങ്ങാപ്പാലിൻ്റെയോ ഒക്കെ കൂടെയാണ് സെർവ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് റാഗി ഇടിയപ്പം അതായത് റാഗി നൂൽപുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1.5 കപ്പ് റാഗിപ്പൊടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ റാഗി പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിലും പൊടിയും നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി പൊടി കുഴയ്ക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. 2 കപ്പ് വെള്ളം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും വെള്ളം നമുക്ക് ആവശ്യം വരില്ല. ഏകദേശം 1 കപ്പ് പൊടിക്ക് 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം മതിയാവും. നല്ലപോലെ വെള്ളം തിളച്ചു വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് റാഗി പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നനച്ചു കൊടുക്കണം. ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. വറുക്കാത്ത പൊടിയാണ്, അതുകൊണ്ട് വെള്ളം കുറവ് മതി. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് പൊടി നനച്ചതിന് ശേഷം 5 മിനിറ്റ് മൂടി വെക്കണം. ഇപ്പോൾ നല്ല ചൂടാണ് പൊടിക്ക്. കുറച്ച് ചൂടാറിയതിന് ശേഷം നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. എനിക്കിവിടെ 1.5 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമേ വേണ്ടി വന്നുള്ളൂ. ഓരോരുത്തരും എടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമുണ്ടാകും. വെള്ളം കൂടിപ്പോയാൽ കുറച്ച് റാഗിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കുന്ന തട്ടിൽ ഇതുപോലെ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഓയിൽ പുരട്ടിയതിന് ശേഷം ഇഡലിത്തട്ടിലേക്ക് കുറച്ച് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. ഇനി സേവാനാഴിയിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം കുഴച്ചെടുത്ത മാവ് സേവാനാഴിയിലേക്കിട്ട് ചുറ്റിയെടുക്കാം. അധികം ഹൈറ്റിൽ ചുറ്റണ്ട. ഒരു കുഴിയിൽ 3 ചുറ്റൊക്കെ മതിയാവും. കൂടുതൽ ഹൈറ്റിൽ ചുറ്റിയാൽ വെന്ത് വരുമ്പോൾ കുറച്ച് കട്ടിയായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ ചുറ്റിയെടുത്താൽ മതി. എല്ലാ തട്ടിലും ചുറ്റിയെടുത്തതിന് ശേഷം ചൂടായി കിടക്കുന്ന ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ തട്ടുകൾ ഇറക്കി വെച്ച് 6-7 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ 7 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഓരോ തട്ടും ഇഡലി പാത്രത്തിൽ നിന്ന് മാറ്റി റാഗി ഇടിയപ്പം ഒരു പ്ലേറ്റിലേക്കോ കാസറോളിലേക്കോ മാറ്റാം. അരിപ്പൊടി കൊണ്ടുള്ള ഇടിയപ്പത്തിൻ്റെ അത്രയും സോഫ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റായി തന്നെ റാഗിപ്പൊടി കൊണ്ട് ഇതുപോലെ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് വെച്ച് റാഗി ഇടിയപ്പം സെർവ് ചെയ്യാം. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്